എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതികളെ പോലീസ് പിടികൂടിയത് 24 മണിക്കൂറിനുള്ളിൽ. സ്ഥിരം കുറ്റവാളികളല്ല എന്ന നിഗമനവും രഹസ്യ നിരീക്ഷണവുമാണ് പ്രതികളെ ഇത്ര വേഗം പിടികൂടാൻ പോലീസിന് സഹായകമായത്. കോഴിക്കോട് കൊട്ടാരം റോഡിലെ എം.ടിയുടെ സിത്താര എന്ന വീട്ടിലാണ് മോഷണം നടന്നത്. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. കരുവാശ്ശേരി സ്വദേശിനി ശാന്ത, സുഹൃത്ത് വട്ടോളി സ്വദേശി പ്രകാശൻ എന്നിവരെയാണ് നടക്കാവ് പോലീസ് പിടികൂടിയത്. വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന മോതിരമാണ് അറസ്റ്റിലായ ശാന്ത ആദ്യം മോഷ്ടിച്ചത്. പിന്നീട് വള, മറ്റൊരു മോതിരം. ഒടുവിലാണ് മരതകവും വജ്രവും പിടിപ്പിച്ച ആഭരണങ്ങൾ കവർന്നത്. 5 വർഷമായി വീട്ടിലെ പാചകക്കാരിയാണ് ശാന്ത. 4 വർഷം കൊണ്ടാണ് 26 പവന്റെ ആഭരണങ്ങൾ ഇവർ മോഷ്ടിച്ചത്. വസ്ത്രങ്ങൾ എടുത്തുവെക്കാൻ എം.ടിയുടെ ഭാര്യ സരസ്വതി സഹായം തേടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അലമാരിയിൽ സ്വർണം സൂക്ഷിക്കുന്നത് മനസ്സിലാക്കിയത്. മോതിരവും വളയുമൊക്കെ ആദ്യമായി കാണാതായപ്പോൾ സ്ഥലം മാറി വെച്ചതാവാമെന്നായിരുന്നു കരുതിയത്. സെപ്റ്റംബർ 22-ന് കൂടുതൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതോടെയാണ് മോഷണം നടന്നെന്ന് മനസ്സിലായത്. അതിനുശേഷം അലമാരയുടെ താക്കോൽ മാറ്റിവെച്ചെങ്കിലും 29-ന് വീണ്ടും തുറന്നു നോക്കിയപ്പോഴാണ് ബാക്കിയും കാണാനില്ലെന്ന് കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് ഈ മാസം 4-ന് എം.ടിയുടെ ഭാര്യ സരസ്വതി നടക്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പുറത്തുനിന്നുള്ള ഏതെങ്കിലും കവർച്ചാ സംഘമല്ല മോഷണത്തിന് പിന്നിൽ എന്നുറപ്പായതിനാലാണ് പാചകക്കാരിയായ ശാന്തയെ പോലീസ് ചോദ്യം ചെയ്തത്. ഇവരുടെ പ്രതികരണത്തിൽ തുടക്കത്തിൽ തന്നെ പോലീസിന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. തുടർന്ന് ശാന്തയുടെ വീട്ടിലെത്തി വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ വീട് നന്നാക്കിയതും മകളുടെ വിവാഹം ഗംഭീരമായി നടത്തിയതുമെല്ലാം പോലീസ് കണ്ടെത്തി. എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുണ്ട്, എത്ര രൂപ അക്കൗണ്ടിലുണ്ടെന്ന ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ല. സെപ്റ്റംബറിൽ നടന്ന മകളുടെ വിവാഹത്തിന് എവിടെ നിന്നാണ് സ്വർണമെടുത്തതെന്ന് പലതവണ ചോദിച്ചിട്ടും മിഠായി തെരുവിൽ നിന്ന് എന്നല്ലാതെ ജുവലറിയുടെ പേര് പറയാൻ അവർ തയ്യാറായില്ല. തുടർന്ന് ശാന്തയുടെ മകളെ വിളിച്ചപ്പോൾ അവരാണ് പോലീസിനോട് ജുവലറിയുടെ പേര് വെളിപ്പെടുത്തിയത്. പോലീസ് ജുവലറിയിലെത്തി അന്വേഷിച്ചപ്പോൾ ശാന്തയും ഭർത്താവ് സുകുമാരനുമാണ് അവിടെ നിന്ന് സ്വർണമെടുത്തതെന്നും മുഴുവൻ പണവും തന്നതായും അവർ പറഞ്ഞു. ഭർത്താവ് സുകുമാരൻ എന്ന് പറഞ്ഞ് ബന്ധുവായ പ്രകാശനെയാണ് ജുവലറിയിൽ കൊണ്ടുവന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ശാന്ത ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ ബന്ധപ്പെട്ടത് പ്രകാശനുമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംശയം തോന്നി ആ നമ്പറിലെ ഫോൺ കോണ്ടാക്റ്റിലെ ഫോട്ടോ ജുവലറിയിൽ കാണിച്ചപ്പോൾ അവർ സുകുമാരനാണെന്ന് പറഞ്ഞു. ഇതേ സമയം തന്നെ ശാന്തയുടെ മകൾക്ക് അയച്ചു കൊടുത്തതോടെ അത് സുകുമാരനല്ല പ്രകാശനാണെന്ന് മറുപടി ലഭിച്ചു. ഇതോടെ ശാന്ത തന്നെയാണ് മോഷണം നടത്തിയതെന്ന് കൂടുതൽ വ്യക്തമായി. എന്തായാലും പിടിക്കപ്പെടും, പിടിച്ചാൽ നീ എൻ്റെ പേര് പറയരുതെന്ന് പ്രകാശൻ ശാന്തയോട് പറയാറുണ്ടായിരുന്നു. പോലീസ് ബാലുശ്ശേരി വട്ടോളിയിലെ വീട്ടിലെത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തി. പ്രകാശനും ശാന്തയും പല തവണകളായി മോഷ്ടിച്ച സ്വർണം കോഴിക്കോട് കമ്മത്ത് ലൈനിലെ ജ്വല്ലറിയിൽ വിറ്റ വിവരം പോലീസിനോട് സമ്മതിച്ചു. ഇതോടെ പോലീസ് ശാന്തയെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കമ്മത്ത് ലൈനിലെ 3 കടകളിൽ മോഷണ സ്വർണം വിൽപ്പന നടത്തിയതായി പ്രതികൾ കുറ്റസമ്മതം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം കമ്മത്ത് ലൈനിലെത്തി തെളിവെടുപ്പ് നടത്തി.